തളർന്നു പോകുന്നവരെ ചേർത്ത് പിടിക്കുന്നതിൽ മലയാളി പൊളിയാണ്. അത് നാട്ടിലായാലും ഗൾഫിലായാലും. മൽഹ റൂഹി എന്ന പിഞ്ചു ബാലികയ്ക്ക് വേണ്ടി ഖത്തറിലെ മലയാളികൾ ഖത്തർ ചാരിറ്റിക്കൊപ്പം ചേർന്ന് സമാഹരിച്ചത് 17 കോടി രൂപയിലേറെയാണ്. ആ കഥ കേൾക്കാം. കഴിഞ്ഞ 5 മാസക്കാലം ഖത്തറിലെ പ്രവാസികളുടെ ഊണിലും ഉറക്കത്തിലുമെല്ലാം ഈ കുഞ്ഞുമോളുടെ മുഖമായിരുന്നു. അവളുടെ മുഖത്തെ ആ ചിരി മായാതെ നോക്കണം, കണ്ണിലെ തെളിച്ചം കെടാതെ സൂക്ഷിക്കണം. അതിനായി ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ അവർ കൈകോർത്തു. ഖത്തറിലെ മലയാളി പ്രവാസത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ വിജയകഥ എഴുതിയാണ് ആ ഉദ്യമം പൂർത്തീകരിച്ചത്. വരച്ചും വിളമ്പിയും കളിച്ചും പാടിയും ചലഞ്ചുകൾ നടത്തിയുമെല്ലാം പ്രവാസി കൂട്ടായ്മകൾ ഫണ്ട് ശേഖരിച്ചു. ഇക്കാലയളവിൽ ഖത്തറിൽ നടന്ന മലയാളി കമ്മ്യൂണിറ്റിയുടെ പരിപാടികളുടെയെല്ലാം മുഖ്യ ലക്ഷ്യം ചികിത്സാ ധനസമാഹരണമായിരുന്നു. പ്രവാസി സംരംഭകരെല്ലാം ആ പ്രവർത്തനത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. തുടക്കത്തിൽ അതിൻ്റേതായ ഒരു ആശങ്കകളും, കാരണം നമുക്കറിയാം നമ്മുടെ പരിമിതികളൊക്കെ അറിയാവുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും അതിനെ വന്നിരുന്ന റെസ്പോൺസ്, പ്രത്യേകിച്ച് നമ്മൾ സൽവാർ റോഡിൽ വെച്ചിട്ട് കമ്മ്യൂണിറ്റി മീറ്റിംഗ് വിളിച്ചതിന് ശേഷം വന്നുള്ള വളരെ ആശാവഹമായുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, അത് മലയാളികൾ മാത്രമല്ല, നോൺ കേരളൈറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലും സംഘടനകളൊക്കെ, പ്രത്യേകിച്ചും ഇവിടുത്തെ കോർപ്പറേറ്റ്സ്, ഇന്ത്യൻ കമ്പനികൾ, അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതുകൂടാതെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഖത്തറിൽ ഒരു ബിരിയാണി ചലഞ്ച് പോലെയോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഇവൻറ്റ് ചലഞ്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഡ്രോയിങ് ഓപ്ഷൻ ചെയ്തുകൊണ്ടൊക്കെ ഏതെല്ലാം രീതിയിൽ നമുക്കിതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മളതിനെ അത്തരം മാർഗ്ഗങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ചലഞ്ച് ഇത്രയും നമ്മൾ ഉദ്ദേശിച്ച ഒരു ടൈമിൻ്റെ ഏകദേശം അടുത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുന്നത്. ഖത്തർ സർക്കാരിന് കീഴിലെ ജീവകാരുണ്യ വിഭാഗമായ ഖത്തർ ചാരിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധനസമാഹരണം. കമ്മ്യൂണിറ്റിയിൽ നിന്നും ധനസമാഹരണത്തിന് പരമാവധി സഹായങ്ങൾ ഒരുക്കി. സ്വദേശികളിൽ നിന്നും സഹായമെത്തിക്കാനും ശ്രമിച്ചു. 26 കോടിയോളം രൂപയായിരുന്നു SMA രോഗത്തിനുള്ള സോൾജൻസ്മ എന്ന ജീൻ തെറാപ്പി മരുന്നിനാവശ്യം. മറ്റു ചികിത്സകൾ നേരത്തെ തന്നെ സിദ്ര ആശുപത്രി ഏറ്റെടുത്തിരുന്നു. ഈ വലിയ തുകയിൽ ഇളവ് വരുത്താനുള്ള ശ്രമങ്ങളും ഉന്നത ഇടപെടലുകളിലൂടെ ഖത്തർ ചാരിറ്റി സമാന്തരമായി നടത്തി. 17 കോടി കടന്നപ്പോൾ ധനസമാഹരണം അവസാനിപ്പിച്ചു. ഖത്തർ ചാരിറ്റി യഥാർത്ഥത്തിൽ തുടക്കം മുതൽ തന്നെ ഈ ഒരു ഫണ്ട് റേസിംഗ് ആക്ടിവിറ്റിയെ ഊർജ്ജസ്വലമായി നിലനിർത്താൻ വ്യത്യസ്തമായ ആക്ടിവിറ്റികൾ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കമ്മ്യൂണിറ്റിയിലെ ഓർഗനൈസേഷൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു പണം വരുന്നതിൻ്റെ ഒരു തോത് വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ ഈ ഒരു ടോട്ടൽ എമൗണ്ടിൻ്റെ ഒരു റിഡക്ഷനെ കുറിച്ച് കൂടി അവർ നേരത്തെ തന്നെ ചിന്തിക്കുകയും ഖത്തറിൽ ഈ ഒരു വിഷയം കോർഡിനേറ്റ് ചെയ്യുന്ന ഹമദ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനി അടക്കമുള്ള ആളുകളുമായിട്ട് അവർ നിരന്തരം കൂടിയാലോചിക്കുകയും ഈ വിഷയത്തിൽ എങ്ങനെ എമൗണ്ട് കുറക്കാമെന്നുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ 27-നാണ് പാലക്കാട് മേപ്പറമ്പ് സ്വദേശികളായ റിസാലിനും നിഹാലയ്ക്കും ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ആശുപത്രിയിൽ ആദ്യ കൺമണിയായി കുഞ്ഞുമൽഹ പിറന്നത്. 2ാം മാസത്തിൽ നടത്തിയ പരിശോധനയിൽ SMA രോഗം സ്ഥിരീകരിച്ചതോടെ മാതാപിതാക്കൾ ആശങ്കയിലായി. എന്നാൽ കൂടെ ഞങ്ങളുണ്ടെന്ന വാഗ്ദാനവുമായി ഖത്തർ മലയാളികൾ കൈപിടിച്ചതോടെ അവരുടെ ആശങ്കയൊഴിഞ്ഞു. ഇനി കുഞ്ഞിന് ചികിത്സ തുടങ്ങണം. ശരിക്കും സ്വപ്നമാണോ അത് യാഥാർത്ഥ്യമാണോ എന്നറിയില്ല. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടപ്പോഴും ഒരു പ്രതീക്ഷകളുണ്ടായിരുന്നു, പക്ഷേ ഇത് ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ ഒരു സത്യത്തോട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് വരുന്നുള്ളൂ. വളരെയധികം സന്തോഷം. കാരണം എത്തിപ്പിടിക്കാൻ അപ്രാപ്യമായ ഒരു എമൗണ്ടാണ്. എല്ലാവരുടെയും സഹായത്തോടു കൂടി, അതിലുപരി ഒരുപാട് ആൾക്കാർ കൈമൈ മറന്ന് ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പ്രാർത്ഥനകളുണ്ടായിരുന്നു. രാവെന്നോ പകലെന്നോ ചൂടോ വെയിലോ കണക്കാക്കാതെ എല്ലാവരും ഇതിന് പിന്നിലുണ്ടായിരുന്നു. ആശങ്കയുടെ കാർമേഘമൊഴിഞ്ഞതോടെ പ്രതീക്ഷയോടെ കുടുംബം പ്രാർത്ഥനയിലാണ്. ഒപ്പം ഖത്തറിലെ മുഴുവൻ പ്രവാസി സമൂഹവും. കുഞ്ഞുമൽഹയുടെ ചികിത്സ പൂർണ്ണാർത്ഥത്തിൽ ഫലം കാണാൻ.